എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ എല്ലാവരും ആ ഇക്വേഷൻസ്? 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ദ ഫസ്റ്റ് ഇക്വേഷൻ വാസ് എന്തായിരുന്നു? അത് v ഈക്വൽസ് v0 പ്ലസ് 80. സെക്കൻഡ് വൺ x ഈക്വൽസ് v0t പ്ലസ് ഹാഫ് a t സ്ക്വയർ. ആൻഡ് ദ തേർഡ് വൺ v സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈക്വൽസ് 2ax. ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്തതും ചില ലൈവ് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കി. നമുക്ക് ഈ ഇക്വേഷൻസിൻ്റെ ഉപയോഗം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. എഴുതൂ, ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. എ പേഴ്സൺ ഈസ് റണ്ണിങ് അറ്റ് ഹിസ് മാക്സിമം സ്പീഡ് ഓഫ് 10 meters per second to catch a bus. When he is 48 meters from the door of the bus, it starts moving away with a constant acceleration of 1 meter per second square. The minimum time after which he can enter the bus is, I will give you 4 options. Option A 4.8 seconds, option B 8 seconds, option C 10 seconds, option D 12 seconds. എന്താ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, എ പേഴ്സൺ ഈസ് റണ്ണിങ് ടു ക്യാച്ച് എ ബസ്. നിർത്തിയിരിക്കുന്ന ഒരു ബസ്സിനടുത്തേക്ക് ഒരാൾ ഓടി വരികയാണ്, ടു എൻ്റർ ദ ബസ്. And he is running at his maximum speed of 10 meters per second. Not that word, maximum speed. അയാളുടെ മാക്സിമം സ്പീഡിലാണ് റൺ ചെയ്യുന്നത്, 10 meters per second. See, when he is at a distance of 48 meters from the door of the bus started moving with a constant acceleration of 1 meter per second square. ഓക്കെ, സാധാരണ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തായിരിക്കും അവിടെ ശ്രമിക്കുന്നത്? നമ്മൾ നമ്മുടെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കും. But in this question that is not possible because the person is running at his maximum speed. എത്ര ടൈം കഴിയുമ്പോൾ this person can enter the bus? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? വിതിൻ എ ടൈം t the person enters the bus. അപ്പോൾ ഈ ടിയുടെ വാല്യൂ എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളിനി എന്നോട് പറയേണ്ടത്, in this time t how much distance this person has to travel. ഈ ടി എന്ന ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ഇയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം? 48 മീറ്റർ ആണോ? 48 മീറ്റർ മതിയോ? 48 മീറ്റർ റൺ ചെയ്ത അയാൾ അവിടെ എത്തുമ്പോൾ അവിടെ ബസ്സില്ല, ബസ് കുറേ ഡിസ്റ്റൻസ് കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഈ 48 മീറ്റർ ഉണ്ട്, പ്ലസ് ഈ ബസ് ടി എന്ന ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുമോ അത്രയും ഡിസ്റ്റൻസ് കൂടി ട്രാവൽ ചെയ്താലേ ഈ പേഴ്സണ് ബസ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ? സോ ദ ഡിസ്റ്റൻസ് ദ പേഴ്സൺ ഹാസ് ടു ട്രാവൽ ഈസ് 48 മീറ്റർ പ്ലസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ഇൻ ടൈം ടി. ക്ലിയർ ആണോ? നമുക്ക് ഈ ബസ് ടി എന്ന ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ബസ്സിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാവുന്നത് നോക്കൂ. വാട്ട് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബസ്? v0. ഇനിഷ്യലി ദ ബസ് വാസ് അറ്റ് റെസ്റ്റ് അല്ലേ? സോ v0 ഈക്വൽസ് 0. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബസ്? a ഈക്വൽസ് 1 meter per second square. ടി എന്ന ടൈമിൽ ഈ ബസ് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. x ഈക്വൽസ് v0t പ്ലസ് half a t square. What is the value of v0? 0 ആണല്ലേ? സോ v0t എന്ന് പറയുന്ന ടേം അങ്ങ് വാനിഷ് ചെയ്യും. ബാക്കി എന്ത് വരും? x ഈക്വൽസ് ഹാഫ് a t സ്ക്വയർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a? 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x ഈക്വൽസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു t സ്ക്വയർ മീൻസ് x ഈക്വൽസ് t സ്ക്വയർ ബൈ 2. അപ്പോൾ t എന്ന ടൈമിൽ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് t സ്ക്വയർ ബൈ 2 ആണ്. ആദ്യമേ ഒരു 48 മീറ്റർ ഉണ്ടായിരുന്നു. സോ ദ ഡിസ്റ്റൻസ് ദ പേഴ്സൺ ഹാസ് ടു ട്രാവൽ ഇസ് 48 പ്ലസ് ടി സ്ക്വയർ ബൈ 2. ഇത്രയും ഡിസ്റ്റൻസ് ടി എന്ന ടൈമിൽ ഈ പേഴ്സൺ കവർ ചെയ്തിരിക്കണം.
ആ പേഴ്സൻ്റെ സ്പീഡ് യൂണിഫോം ആണ്. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സ്പീഡിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 10 ഈക്വൽസ് 48 പ്ലസ് t²/2 ഡിവൈഡഡ് ബൈ ടി. നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആ ടിയും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് എഴുതും. സോ 10t ഈക്വൽസ് 48 പ്ലസ് t²/2. എല്ലാ ടേമിനെയും ഒരു 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ. എന്നിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതൂ. യു വിൽ ഗെറ്റ് t² പ്ലസ് 96 ഈക്വൽസ് 20t. ഓർ t² മൈനസ് 20t പ്ലസ് 96 ഈക്വൽസ് 0. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി അല്ലേ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടി. ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ 96ൻ്റെ ഫാക്ടേഴ്സ് നോക്കൂ. ആ 96ൻ്റെ 2 ഫാക്ടേഴ്സ് പറയണം. ആ 2 ഫാക്ടേഴ്സിൻ്റെയും കൂടി പ്രോഡക്റ്റ് പ്ലസ് 96 ആയിരിക്കണം. ആ 2 ഫാക്ടേഴ്സിൻ്റെയും കൂടി സം -20 ആയിരിക്കുകയും വേണം. അറിയാലോ നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? അതെ, -12ഉം -8ഉം. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് t -12 ഇൻറ്റു t -8 ഈക്വൽ ടു 0. If t -12 is equal to 0, you will get t equal to 12 second. അല്ലേ? If t -8 is equal to 0, you will get t equals 8 second. So നമുക്ക് ആൻസർ കിട്ടി. t equal to 12 സെക്കൻഡും ഉണ്ട്, t equal to 8 സെക്കൻഡും ഉണ്ട്. നമ്മുടെ ചോയ്സസ് നോക്കൂ. ഈ 2 ചോയ്സും അവിടെ ഉണ്ട് അല്ലേ. 12 സെക്കൻഡും ഉണ്ട്, 8 സെക്കൻഡും ഉണ്ട്. പക്ഷേ ക്വസ്റ്റനിലേക്ക് നോക്കി അവരെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മിനിമം ടൈം ആഫ്റ്റർ വിച്ച് ദ പേഴ്സൺ ക്യാൻ എൻ്റർ ദ ബസ് എന്നാണ്. അപ്പോൾ 8 സെക്കൻഡ്സിൽ ഈ പേഴ്സൺ റൺ ചെയ്ത് ബസ്സിൻ്റെ ഡോറിനടുത്ത് എത്തിയിരിക്കും. അപ്പോൾ 8 സെക്കൻഡിലായിരിക്കും ഇയാൾ ബസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 8 സെക്കൻഡ്. കറക്റ്റ് ആൻസർ 8 സെക്കൻഡ് ആണ് എന്ന് പറയുമ്പോൾ ഈ 12 സെക്കൻഡ് എന്ന ആൻസർ തെറ്റാണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടി. 8 സെക്കൻഡും ഉണ്ട്, 12 സെക്കൻഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 12 സെക്കൻഡും കറക്റ്റ് ആയിരിക്കണ്ടേ? ഈ 12 സെക്കൻഡ് എങ്ങനെയായിരിക്കും കറക്റ്റ് ആകുക? നമുക്കതൊന്ന് നോക്കാം. ഈ ഫിഗറിലേക്ക് നോക്കൂ. ഈ ഡോറ് ഈ പേഴ്സണേക്കാളും 48 മീറ്റർ മുൻപിലാണ്. അപ്പോൾ ഈ പേഴ്സൺ ഈസ് റണ്ണിങ് ടുവേഴ്സ് ദ ഡോർ ആൻഡ് ഇൻ 8 സെക്കൻഡ് ദ പേഴ്സൺ വിൽ റീച്ച് ദ ഡോർ. അപ്പോൾ 8 സെക്കൻഡിൽ ഈ ഡോറും ഈ പേഴ്സണും ഒരേ ലെവലിൽ എത്തും. ഇനി 8 സെക്കൻഡിൽ ഈ പേഴ്സൺ ബസ്സിലേക്ക് എൻട്രി ചെയ്യാതെ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡിൽ റൺ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഡോറും കഴിഞ്ഞ് മുന്നിലേക്ക് പോവില്ലേ? അപ്പോൾ ഡോറ് കഴിഞ്ഞ് ഇയാൾ മുന്നിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഡോറ് ബാക്കിലാണ്, പക്ഷേ ബസ്സിൻ്റെ സ്പീഡ് കൂടി വരികയാണ്. അങ്ങനെ കൂടി ഈ ഡോറ് വീണ്ടും ഈ പേഴ്സൻ്റെ അടുത്ത് എത്തും. അങ്ങനെ എത്തുന്നത് 12 സെക്കൻഡിലായിരിക്കും. അപ്പോൾ വേണമെങ്കിലും ഈ പേഴ്സണെ ബസ്സിലേക്ക് എൻ്റർ ചെയ്യാം. ആ 2 ചാൻസസ് മാത്രമേ ഉള്ളൂ. 8 സെക്കൻഡിലും 12 സെക്കൻഡിലും മിനിമം ടൈം 8 സെക്കൻഡാണ്. ദാറ്റ്സ് ഹൗ അവർ കറക്റ്റ് ആൻസർ ഈസ് ബിക്കമിങ് 8 സെക്കൻഡ്. ഈ കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഫെമിലിയറായ ഒരു മോഷനാണ് ഫ്രീ ഫോൾ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യൻ ശ്രദ്ധിച്ച ഒരു മോഷനാണ് ഈ ഫ്രീ ഫോൾ എന്നത്. ബിഫോർ ക്രൈസ്റ്റ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഡിഫറെൻറ്റ് മാസ്സുള്ള ഓബ്ജക്ട്സ് നിങ്ങൾ ഒരുമിച്ച് ഡ്രോപ്പ് ചെയ്താൽ മാസ് കൂടിയ ഓബ്ജക്റ്റ് ആദ്യം ഗ്രൗണ്ടിലേക്ക് എത്തും എന്നാണ്. ഒരുപാട് വർഷങ്ങൾ ആളുകൾ ഇത് വിശ്വസിച്ചിരുന്നു. 19th സെഞ്ച്വറിയിലാണ് ഗലീലിയോ ഇങ്ങനെ അല്ല എന്ന കോൺസെപ്റ്റ് സജസ്റ്റ് ചെയ്തത്. ഗലീലിയോ പറഞ്ഞത് ഇഫ് യു ആർ ഡ്രോപ്പിംഗ് ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് ബോത്ത് ഓഫ് ദം വിൽ റീച്ച് ഗ്രൗണ്ട് അറ്റ് ദ സെയിം ടൈം എന്നാണ്. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീനിങ് ടവർ ഓഫ് പിസയുടെ മുകളിൽ നിന്ന് ഗലീലിയോ 2 മാസ്സുള്ള ഓബ്ജക്ട്സിനെ താഴേക്ക് ഇട്ടത് പ്രൂവ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ കോൺസെപ്റ്റിൽ നമ്മൾ അറിയേണ്ടത് ഈ ഡിഫറെൻറ്റ് മാസസ് ഉള്ള ഓബ്ജക്റ്റ് ഒരേ ടൈമിൽ താഴെ എത്തണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസിൻ്റെ ആബ്സെൻസിൽ മാത്രമേ ഇത് പോസിബിൾ ആകൂ എന്ന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ റെസിസ്റ്റൻസിൻ്റെ ആബ്സെൻസിൽ
ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു ഓബ്ജക്റ്റ് ഫോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മോഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ എന്ന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ്. അവിടെ ആദ്യം നമുക്ക് വേണ്ടത് എയർ റെസിസ്റ്റൻസ് ഉണ്ടാകരുത്. രണ്ടാമത്തേത് ഇറ്റ് ഷുഡ് ബി നിയർ ദ സർഫസ് ഓഫ് എർത്ത്. ഈ എർത്തിൻ്റെ സർഫസിന് അടുത്താകുമ്പോഴാണ് ഈ ഫോൾ ചെയ്യുന്ന ഓബ്ജക്ട്സിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റായി നിൽക്കുന്നത്. ആ കോൺസ്റ്റൻ്റ് ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നും പറയാറ്. So all the freely falling objects are having same acceleration, and that acceleration is measured to be 9.8 meter per second square. നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇത് കാണും. ഇത് എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് മാറുന്നതിനനുസരിച്ച് മാറും. എർത്തിൻ്റെ സർഫസിൽ തന്നെ പല ലൊക്കേഷൻസിൽ ഇതിന് പല വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ അതൊരു വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. നമുക്ക് ഈ ഫ്രീ ഫോളിനെ ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഡ്രോ ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫോർ ഫ്രീ ഫോൾ. അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് magnitude of the vector acceleration due to gravity is 9.8 meter per second square and it is positive. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന വെക്റ്റർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക. നൗ യു ക്യാൻ സീ ഇൻ ദ ഗ്രാഫ് ഐ എം റെപ്രസെൻറ്റിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ലൈക്ക് ദിസ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈഡിൽ വരച്ചിരിക്കുന്നത് എന്നറിയാമല്ലോ, അത് ഡൗൺവേർഡ് ആണ്. സോ ദിസ് ഈസ് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഫോർ ഫ്രീ ഫോൾ. ഇനി നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് പോയാലോ. ഫ്രീലി ഫോളിംഗ് ബോഡി, ദ ബോഡി ഈസ് മൂവിംഗ് ഡൗൺവേർഡ്. സോ ദ വെലോസിറ്റി ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. Acceleration also is in the downward direction. G is negative. നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ബോഡിക്ക് നെഗറ്റീവ് ആക്സലറേഷൻ കിട്ടിയാൽ നമുക്കറിയാം ദ വെലോസിറ്റി വിൽ ഇൻക്രീസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിനെ ദേ ഇതുപോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് കൂടി നമുക്കൊന്ന് വരച്ചാലോ. പൊസിഷൻ ഓൾസോ ഈസ് എ വെക്റ്റർ ആൻഡ് ദാറ്റ് വെക്റ്റർ ഈസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്. അതുകൊണ്ട് ആ വെക്റ്ററും നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് ദേ ഇതുപോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പാരബോളിക് ഷേപ്പാണ്. പൊസിഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ എന്നതാണ് ഇതിൻ്റെ റീസൺ. നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇനി ഫ്രീ ഫോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്തുകൊണ്ട് പരിചയപ്പെടാം. ഈ ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് G is a vector which is directed downward always. The velocity of the object can be either upward or downward, but acceleration of freely falling body is always in the downward direction and its magnitude is constant and it is 9.8 meter per second square എന്ന കാര്യം ഈ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ മനസ്സിലുണ്ടാകണം. എഴുതൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതൂ. എ പ്ലെയർ ത്രോസ് എ ബോൾ vertically upwards with an initial speed of 29.4 meter per second. First question, what is the direction of acceleration during the upward motion of the ball? Second question, what are the velocity and acceleration of the ball at the highest point of its motion? Third question, to what height does the ball rise? Last part of the question, how long does the ball take to reach the highest point? You can take G equals 9.8 meters per second square
and you can neglect air resistance. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓരോ പാർട്ടായി നോക്കാം. എന്താ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ് with an initial speed of 29.4 meter per second. 29.4 meter per second എന്ന initial speed a player is throwing a ball vertically upward. What is the direction of velocity? Positive, because the ball is moving up. When the ball moves up, earth will pull the ball down. So the acceleration is in the downward direction. Downward എന്നുള്ളതിനേക്കാളും കുറെ കൂടി കറക്റ്റ് ആക്കി നമുക്ക് പറയാം acceleration is directed vertically downwards. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യട്ടെ. നമുക്കറിയാം ഈ ബോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റിലെത്തും. മാക്സിമം ഹൈറ്റിലെത്തിയതിന് ശേഷം ദ ബോൾ വിൽ കം ഡൗൺ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, വെൻ ഇറ്റ് കംസ് ഡൗൺ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? അതെ, ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, സോ ദ വെലോസിറ്റി ഈസ് നെഗറ്റീവ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ? Still, earth is pulling the body down, so the acceleration is again negative. So here the direction of velocity will get reversed, but direction of acceleration due to gravity stays the same. So now you come to the first part of the question. In the question noku, what is the direction of acceleration during the upward motion of the ball? നമ്മൾ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്തതാണ്, and the answer is clear. The acceleration is directed vertically downwards. Okay, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. What is the velocity and acceleration of the ball at the highest point of its motion? And we know at the highest point the ball comes to rest for a moment. So the velocity at that moment is 0. Velocity 0 എന്ന് പറയുമ്പോൾ ബോഡി അവിടെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ആകുകയല്ല. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ബോഡിയുടെ വെലോസിറ്റി 0 ആയിട്ട് മാറുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ബോൾ ഈസ് ബിക്കമിങ് 0. Still the body has acceleration, and the acceleration is 9.8 meter per second square itself, and it is acting vertically downwards. Third question നോക്കൂ. To what height does the ball rise? അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം. They are saying the ball is thrown vertically up with an initial speed of 29.4 meter per second. So what is V0? V0 equals 29.4 meter per second. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ് ഈസ് മൂവിങ് അപ്പ്. നമ്മൾ ഈ ത്രോ ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് ഒറിജിനായി അസ്യൂം ചെയ്യാം. ആ ഒറിജിനിൽ നിന്നും അപ്വേർഡ് ഡയറക്ഷനിലാണ് വെലോസിറ്റി. സോ V0 ഈക്വൽസ് plus 29.4 meter per second. What is the final velocity? At the highest point, the velocity V equals 0. What is acceleration? A equals minus g. Don't forget the negative sign. A equals minus g, because that acceleration is directed downward. We have to calculate the displacement of the ball. For the displacement, I am using the symbol y. ഇതിനു മുമ്പൊക്കെ നമ്മൾ എക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹൊറിസോണ്ടൽ മോഷൻ ആയതുകൊണ്ടായിരുന്നു. Now, since the motion is vertical, we can use the symbol y for displacement. So you have the equation v square minus v0 square equals 2ay. See, v equal to 0, so we can neglect v square. What is left? Minus v0 square equals 2ay. But what is a? Minus g. So minus v0 square equals minus 2gy. You can cancel the negative sign. And what is y? Y equals v0 square divided by 2g. ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, and you will get the displacement as 44.1 meter. Now let's come to the last part of the question. See, what is the last part? How long does the ball take to reach the highest point? നമുക്കറിയാം, the initial velocity of the ball V0 is plus 29.4 meter per second, and at the highest point the ball comes to rest for a moment. So the final velocity of the ball V is equal to 0.
And now we are clear that acceleration a equals minus g. And we have to find out the time taken by the ball to reach the highest point. ഈ 4 ടേമിനെയും കൂടി കണക്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. v ഈക്വൽസ് v0 പ്ലസ് at. And you see in this equation v is equal to 0. So you can rewrite this equation as v0 plus at equals 0. നമുക്കിതിലേക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് വി നോ എ ഈക്വൽസ് മൈനസ് ജി. സോ ദിസ് ഇക്വേഷൻ ചേഞ്ച് ടു v0 minus gt equals 0 or v0 equals gt. നമുക്ക് t അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രം ദിസ് ഇക്വേഷൻ t ഈക്വൽസ് v0 by g. രണ്ടിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ t ഈക്വൽസ് 29.4 divided by 9.8 and you will get the correct answer as 3 seconds. So time taken by the ball to reach the highest point is 3 seconds. So we can say the time of ascent is 3 seconds. If time of ascent is 3 seconds, time of descent also will be 3 seconds. So the total time taken by the ball to reach the bottom will be 3 seconds plus 3 seconds equals 6 seconds. ഈ ഫ്രീ ഫോളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ കോയിൻ ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് the leaning tower of Pisa reached the bottom in 3.42 seconds. What is the height of the leaning tower? Leaning tower of Pisa നമുക്കറിയാം, അതിൻ്റെ ഇൻക്ലിനേഷൻ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കൂ, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. എ കോയിൻ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി ലീനിങ് ടവർ. എ കോയിൻ ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ ദ ഇനിഷ്യൽ വെലോസിറ്റി v0 ഈക്വൽസ് 0. And it reached the bottom in 3.42 seconds. So we can write t equal to 3.42 seconds. We know during this downward motion, the acceleration of the coin is a equals minus g. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ലീനിങ് ടവർ? ഇവിടെ കോയിൻ ടോപ്പ് ടു ബോട്ടം ട്രാവൽ ചെയ്യാനെടുത്ത ടൈമാണ് 3.42. നമുക്ക് ആ 3.42 സെക്കൻഡിൽ കോയിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് y. ആൻഡ് യു ഹാവ് ദി ഇക്വേഷൻ y ഈക്വൽസ് v0 t plus half at square. What is the value of v0? That is 0. So that term will vanish and you can write y equals half at square. Let's put the value of a. You know a equals minus g. So y equals minus half gt square. അല്ലേ? ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ജിയുടെയും ടിയുടെയും വാല്യൂസ് നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് y ഈക്വൽസ് മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 3.42 സ്ക്വയർ. കാൽക്കുലേറ്റ് ചെയ്യും. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് y ഈക്വൽസ് മൈനസ് 57.3 മീറ്റർ. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടവറിൻ്റെ ഹൈറ്റ് ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന നോക്കൂ, y ഈക്വൽസ് മൈനസ് 57.3. എന്താ ഈ നെഗറ്റീവ് സൈൻ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ടവറിൻ്റെ ഹൈറ്റ് അല്ല, പകരം കോയിനിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കോയിൻ ട്രാവൽ ചെയ്തിരിക്കുന്നത് ടോപ്പ് ടു ബോട്ടം ഡൗൺവേഴ്സ് ആണ്. അതുകൊണ്ടാണ് y നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. ഫ്രം ദിസ് യു ക്യാൻ സേ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 57.3 മീറ്റേഴ്സ്. ഈ ഫ്രീ ഫോൾ എന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷനാണ് അല്ലേ? ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഇത് രണ്ടാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്യും. അതിനേക്കാളും കൂടിയ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഓബ്ജക്റ്റ് തേർഡ് സെക്കൻഡിൽ ട്രാവൽ ചെയ്യുക. നമുക്ക് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്രീലി ഫോളോയിങ് ഓബ്ജക്റ്റ് ഡിഫറൻറ്റ് സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാനതൊരു ടേബിളിൽ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ ടേബിളിൽ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത് ടൈമാണ്. ഞാൻ അതിനെ ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടി എന്ന ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് അടുത്ത കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. തേർഡ് കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ലാസ്റ്റ് 1 സെക്കൻഡാണ്. ഞാൻ പറയാം അതെന്താണെന്ന് ഞാൻ പറയാം. ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ഇൻ ലാസ്റ്റ് 1 സെക്കൻഡാണ്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പറയാം. നോക്കൂ, ടൈം 0.
ടൈം 0ൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും 0. ദെൻ ടൈം 1 സെക്കൻഡിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 സെക്കൻഡ്. ഈ ആദ്യത്തെ 1 സെക്കൻഡ് ഈ ഓബ്ജക്റ്റ് y എന്നൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത കോളത്തിലും എനിക്ക് അത് തന്നെ എഴുതാമല്ലോ. ലാസ്റ്റ് 1 സെക്കൻഡിൽ അത് y എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നൗ ടേക്ക് ടൈം t = 2 സെക്കൻഡ്. ഈ 2 സെക്കൻഡിൽ ഈ റെസ്റ്റിൽ നിന്നും ഫ്രീ ആയി ഫോളോ ചെയ്യുന്ന ഓബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ടേബിളിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ സെക്കൻഡ് 1 സെക്കൻഡ് ഉണ്ടല്ലോ, രണ്ടാമത്തെ 1 സെക്കൻഡ് ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത കോളത്തിൽ എഴുതുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. 3 സെക്കൻഡ് 4 സെക്കൻഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസസ് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടെന്ന് കാണാം. ആ റേഷ്യോ ടേബിളിൻ്റെ ലാസ്റ്റ് കോളത്തിലും ഫില്ല് ചെയ്യുക. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഷ്യോയ്ക്ക് ഒരു പ്രത്യേകത കാണാം. ഈ പ്രത്യേകത ആദ്യമായി കണ്ടത് ഗലീലിയോ ആണ്. ആ പ്രത്യേകതയെ ഒരു ലോ ആയി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ലോ ഈസ് കോൾഡ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. നിങ്ങളൊരു അസൈൻമെൻറ്റായി ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ച ഈ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗലീലിയോസ് ലോ ഒന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഗലീലിയോസ് ലോ എന്ന് ഞാൻ പറയാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് during equal intervals of time by a body falling from rest stand to one another in the same ratio as the odd numbers beginning with unity. That means the ratio is 1:3:5:7. ഈ ഗലീലിയോ പറഞ്ഞിരിക്കുന്ന ഈ ലോയാണ് തൊട്ട് മുമ്പിലെ ടേബിളിലെ വാല്യൂസിൽ നിന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങളൊരു അസൈൻമെൻറ്റായി ചെയ്യുക. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾ 9th മറ്റ് ചെറിയ ക്ലാസ്സുകളിലുമായി പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ കൈനമാറ്റിക് ഇക്വേഷൻസിനെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് മെത്തേഡിലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് തനിയെ ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുന്നുവെങ്കിൽ സ്കൂളിലെ സാറുമായിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്ത് കാൽക്കുലസ് മെത്തേഡിൽ കൂടി ഈ ഇക്വേഷൻസ് ഒന്ന് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. ഫ്രീ ഫോളിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.